അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, 2026 നടക്കാൻ പോകുന്ന സമസ്ത പൊതുപരീക്ഷയിൽ 5-ാം തരത്തിലെ താരീഖിൽ നിന്നും അഖ്ലാഖിൽ നിന്നും വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സെക്ഷൻ 1 ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ എടുത്ത് എഴുതുക. ബ്രാക്കറ്റിൽ അസുവത്ത്, മുനാഫിക്കുകൾ 15, ഹിജ്ർ, ഖൽബ്, മടിക്കരുത് 5. അതിൽ 6 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തത്, ഉഹദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ 15. 2, തഖ്വ നിലകൊള്ളുന്ന സ്ഥലമാണ് ഖൽബ്. 3, നബിതങ്ങൾ പങ്കെടുത്ത യുദ്ധം അസുവത്ത്. 4, പശ്ചാത്താപിക്കാൻ മടിക്കരുത്. 5, ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ 300 പേർ മുനാഫിക്കുകൾ. 6, സമൂദുകളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലമാണ് ഹിജ്ർ. സെക്ഷൻ 2 ഹിജ്റ വർഷവും മാസവും എഴുതുക. ഖൈബർ യുദ്ധമുണ്ടായത് ഹിജ്റ 7 മുഹറം മാസത്തിലാകുന്നു. 2, ഉഹദ് യുദ്ധം ഹിജ്റ 3 ശവ്വാൽ മാസത്തിലാണ്. 3, മക്ക വിജയം ഹിജ്റ 8 റമളാൻ മാസത്തിലാണ്. 4, പ്രതിരോധത്തിനുള്ള അനുവാദം നൽകിയത് ഹിജ്റ 2-ാം വർഷം സഫർ മാസത്തിലാണ്. 5, ഹജ്ജത്തുൽ വിദാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത് ഹിജ്റ 10 ദുൽഖഅദ മാസത്തിലാകുന്നു. ഇനി സെക്ഷൻ 3 ഉത്തരം എഴുതാം. ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെ? എൻ്റെ ആൻസർ പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും. 2, മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത് എപ്പോൾ? ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോഴാണ് ഹിജ്റ പോയത്. 3, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്ത്? അതിൻ്റെ ആൻസർ എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും. 4, ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചത് ആരെ? അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെയാണ് വിന്യസിച്ചത്. 5, പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം? ആൻസർ വെള്ള വസ്ത്രം, തലപ്പാവ്, കമീസ്. 6, മക്കയിൽ നിന്ന് ഹുദൈബിയയിലേക്കുള്ള ദൂരം എത്ര? 50 മൈൽ. ഇനി സെക്ഷൻ 4 ശരി അടയാളപ്പെടുത്താം. 1, കൽബിൻ്റെ അസുഖങ്ങളിൽ പെട്ടതാണ് പരദൂഷണം, കോപം, ഏഷണി. അതിൽ കോപം എന്നാണ് ശരിയായ ആൻസർ. 2, ഖന്തക്കിൽ മുസ്ലിങ്ങൾ സൈന്യത്തിൻ്റെ എണ്ണം 3000 ആയിരുന്നു. 3, വൻപാപങ്ങളിൽ പെട്ടതാണ് വ്യഭിചാരം. 4, മദീനയുടെയും ഷാമിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഖൈബർ. 5, മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കും ഭയം കൊണ്ട്. 6, ഉഹദിൽ പതാക വഹിച്ചത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ഇനി സെക്ഷൻ 5 പൂരിപ്പിക്കുക. 1, ലഅല്ലി ലാ അൽക്കാക്കും ബഅദ ആമി ഹാദാ. 2, വഖുൽ ജാഅൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക. 3, വനാഫിഖുൽ ഖീരി ഇമ്മ അൻ യുഹ്രിക സിയാബക വ ഇമ്മ അൻ നജിദ മിൻഹു റീഹൻ ഖബീസ. 4, യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാരി ഹലുമ്മു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സെക്ഷൻ 6 വ്യക്തമാക്കാം. 1, തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വ്യക്തമാക്കുക. ദുഷിച്ച വിചാരം, വിശ്വാസം, വികാരം എന്നിവയിൽ നിന്നും കൽബിനെ ശുദ്ധിയാക്കലാണ്. 2, ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന കരാറിൽ ഏർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. 3, കേട്ടതെല്ലാം പറയരുത്. എന്തുകൊണ്ട്? അതിൽ കളവ് വന്നു ചേരാൻ ഇടയുള്ളതുകൊണ്ട്. 4, ആരുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത്? അബൂജഹൽ പോലെയുള്ള ശത്രുക്കളുടെ. ഇനി സെക്ഷൻ 7 സാരം എഴുതുക. അർത്ഥം എഴുതാനാണ് പറയുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിൻ്റെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെടുകയും ചെയ്തു. 2, ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസന. മനുഷ്യരുടെ നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. 3, അത്തഖ്വ ഹാഹുന. ഇവിടെയാണ് തഖ്വ. 4, ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുപരീക്ഷയിൽ 5-ാം തരത്തിലെ താരീഖിലെയും അഖ്ലാഖിലെയും മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. പരീക്ഷയ്ക്ക് തയ്യാറാവുക, പാഠഭാഗങ്ങൾ വായിക്കുക, ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നോക്കി മനസ്സിലാക്കുക. അള്ളാഹു വിജയം ഉറപ്പു നൽകട്ടെ. ആമീൻ.